അശ്വിൻ, ഈ സെന്റ് ജോസഫ് കോളേജ് സർക്കാർ നിർദ്ദേശം തള്ളുന്നത് ഏത് സാഹചര്യത്തിലാണ്? വേണു, കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയത്ത് 36°C ആണ് ഇന്നത്തെ ചൂട്. അത് 3 മുതൽ 5 ഡിഗ്രി വരെ കൂടാനുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ സർക്കാർ അവധി നൽകിക്കൊണ്ട് ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന് പുല്ലുവില നൽകിക്കൊണ്ടാണ് ഇന്ന് എല്ലാ വിദ്യാർത്ഥികളോടും കോളേജിൽ എത്തണമെന്നും സാധാരണ നിലയിൽ ക്ലാസുകൾ നടക്കുമെന്നും പാലാ ചൂണ്ടച്ചേരിയിലുള്ള സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സർക്കുലർ ഇറക്കിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇന്ന് ക്ലാസ്സിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന വിശദീകരണം, ഇന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ ഒരു പരിശോധന കോളേജിലുണ്ട്. നാക് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന അത് അവരുടെ വിസിറ്റ് കോളേജിലുണ്ട്. അതുകൊണ്ട് വരുന്ന 2 ദിവസം, അതായത് ഇന്നും നാളെയും കോളേജ് പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും കോളേജിലേക്ക് വരണമെന്ന സർക്കുലർ ഇറക്കി എന്നുള്ളതാണ് പ്രിൻസിപ്പലിന്റെ അടക്കം വിശദീകരണം. എന്തായാലും ആരോഗ്യത്തിന് വലിയ തോതിൽ പ്രശ്നമാകും, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ചൂടാണ് എന്നുള്ളൊരു നിലയിലാണ് സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുഴുവൻ വിദ്യാർത്ഥികളോടും സ്കൂളിൽ എത്തണം, കോളേജിൽ എത്തണം എന്നുള്ളൊരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ നടപടി വേണം എന്നുള്ളൊരു ആവശ്യവും ഉയരുന്നുണ്ട്. ഒപ്പം നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, ആ ദിവസവും കോളേജ് തുറന്നു പ്രവർത്തിക്കും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.